ഈശോയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പരിശുദ്ധ കുർബാനയിലെ വളരെ മനോഹരവും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ദിവ്യ രഹസ്യ ഗീതം എന്ന് പറയുന്നത്. ഈ ദിവ്യ രഹസ്യ ഗീതത്തിന് സുറിയാനിയിൽ ഓനീസ ദ റാസെ എന്നാണ് പറയുന്നത്. റാസ എന്ന് പറഞ്ഞാൽ ദിവ്യ രഹസ്യങ്ങൾ എന്നാണ്. നമുക്കറിയാം എന്താണ് ദിവ്യ രഹസ്യങ്ങൾ, ഈശോയുടെ ശരീരവും രക്തവും. ഓനീസ എന്ന് പറഞ്ഞാൽ ഗീതം എന്നാണ്. അപ്പൊ അതിന്റെ തനി മലയാളം തന്നെയാണ് ഓനീസ ദ റാസ എന്ന് പറയുന്ന സുറിയാനിയുടെ മലയാള വിവർത്തനം തന്നെയാണ് ദിവ്യ രഹസ്യ ഗീതം എന്ന് പറയുന്നത്. ഈ ദിവ്യ രഹസ്യ ഗീതത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു എന്ന വാക്യത്തിന് ശേഷം മിശിഹാ കർത്താവിൽ എന്ന് തുടങ്ങുന്ന ആ ഗീതമാണ് ഈ ഓനീസ ദ റാസയുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി അല്ലെങ്കിൽ താതനും അതുപോലെ ആത്മജനും എന്ന് തുടങ്ങുന്ന ആ ഗീതഭാഗമുണ്ടല്ലോ, അതാണ് ഓനീസ ദ റാസയുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ എന്താണ് കാണുന്നത്, നമ്മൾ എന്താണ് അവിടെ പാടുന്നത്? മിശിഹാ കർത്താവിൻ തിരുമൈ നിണമൊയ്ത പാവന ബലിപീഠേ. അവിടെ നമ്മൾ ഒരു കർമ്മം കാണുവാണ്. നമ്മൾ ഈ ഗീതം ആലപിക്കുമ്പോൾ നമ്മൾ അവിടെ മധുബഹായിൽ ബേസ്കുദിശായിൽ നമ്മൾ ഒരു കർമ്മം കാണുന്നുണ്ട്. എന്താണ്? കാർമികൻ അല്ലെങ്കിൽ സഹകാർമികർ അല്ലെങ്കിൽ ഡീക്കൻ ഈ ബേസ്കസാകളിൽ നിന്ന്, അതായത് ബലിപീഠത്തിന്റെ 2 സൈഡിലുള്ള ആ മേശകളുണ്ടല്ലോ, ആ മേശകൾക്കാണ് ബേസ്കസ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഈശോയുടെ ഈ വീഞ്ഞ്, ഈശോയുടെ രക്തമാവുന്ന ഈ വീഞ്ഞ് അല്ലെങ്കിൽ അപ്പം 2 സൈഡുകളിൽ നിന്ന് പ്രദക്ഷിണമായിട്ട് കൊണ്ടുവന്ന് ബലിപീഠത്തിൽ സ്ഥാപിക്കുന്നു. അത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. എന്താണ് ആ പ്രദക്ഷിണത്തിന്റെ അർത്ഥം? ഈശോയുടെ കാൽവരി യാത്രയാണ്, ഈശോയുടെ പീഡാസഹനമാണ് നമ്മൾ അവിടെ അനുസ്മരിക്കുന്നത്. പിന്നെ എന്താണ് അവിടെ ചെയ്യുന്നത്? കാർമികൻ കാസയും പീലാസയും ഉയർത്തി കുരിശാകൃതിയിൽ പിടിച്ച് ഒരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. അവിടെ എന്താണ് ആ കുരിശാകൃതിയിൽ പിടിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഈശോയുടെ മരണമാണ് അവിടെ നമ്മൾ അനുസ്മരിക്കുന്നത്. അതിനുശേഷം ഈ കാസയും പീലാസയും ബലിപീഠത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് ശോശപ്പാ കൊണ്ട് ആ കാസയും പീലാസയും മൂടുന്നുണ്ട്. എന്താണ് അത് അനുസ്മരിക്കുന്നത്? ഈശോയുടെ കബറിടമാണ് അവിടെ നമ്മൾ അനുസ്മരിക്കുന്നത്. നോക്കിക്കേ, ഈ ഓരോ കർമ്മത്തിനും എന്തെല്ലാം ഈ അടയാളങ്ങൾക്ക് എത്രമാത്രം ആഴമായിട്ടുള്ള അർത്ഥമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടായിരുന്നു, പരിശുദ്ധ കുർബാനയിൽ ഉടനീളം ഈശോയുടെ പെസഹാ രഹസ്യങ്ങളാണ്. അതാണ് നമ്മൾ ഓർക്കുന്നത്. ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാർമികന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. കാർമികൻ പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈശോയുടെ പെസഹാ രഹസ്യങ്ങൾ നമ്മളിവിടെ ഓർക്കുകയാണ്. ഇനി പറയാ, എന്നുവരെയാണ് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത്? ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ 2ാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അപ്പൊ എന്നുവരെയാണ് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്? ഈശോയുടെ കൽപ്പന അനുസരിച്ച് ഈശോയുടെ 2ാമത്തെ ആഗമനം വരെയാണ് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ഇനി എന്താണ് നമുക്കുണ്ടാകേണ്ട മനോഭാവം? ഈ കർമ്മത്തിന്റെ സമയത്ത് ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ ആലപിക്കുമ്പോൾ, ദിവ്യ രഹസ്യ ഗീതം നമ്മൾ ആലപിക്കുമ്പോൾ എന്തു മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്? ഇതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, സ്നേഹഭയങ്ങളോടാണ് യുഗം, അല്ലേ? അപ്പൊ നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ഈശോ തന്ന കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും. ഈ ഗീതം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, സ്നേഹത്തിന്റെ മനോഭാവത്തോടെ വേണം നീ ഈ ദിവ്യ രഹസ്യങ്ങൾ അർപ്പിക്കുവാൻ. അഖിലരും ഒന്നായി, എല്ലാവരും ചേർന്നാണ്. ആരോട് ചേർന്ന്? മാലാഖമാരോട് ചേർന്നാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. പിന്നെന്താണ്? ഭക്തി ഉണ്ടാകണം, ഭക്തിയോടെ വേണം. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ശ്രദ്ധയുമില്ലാതെയല്ല നമ്മൾ പരിശുദ്ധ കുർബാനയിൽ നിൽക്കുന്നത്. മറിച്ച് ഭക്തിയോടെ സ്നേഹം ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ടാണ് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്നത്. ആരുടെ കൂടെ നിന്നാണ്? മാലാഖമാരോട് കൂടെ. ഇവിടെ നമ്മൾ ദിവ്യ രഹസ്യങ്ങൾ വഹിച്ചുകൊണ്ട് ബലിപീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നത് കണ്ടു. നമ്മൾ മുമ്പേ കണ്ടായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധി, ദൈവത്തിന്റെ വലിയ രഹസ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ
കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ മാലാഖമാരുടെ ഗീതമാണ്, യേശയ്യാ പ്രവാചകന്റെ മനോഭാവമാണ് നമുക്കുണ്ടാകുന്നത്. മാലാഖമാരോടുകൂടെ നമ്മൾ എന്ത് പറയുകയാണ്? പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ദിവ്യ രഹസ്യ ഗീതങ്ങളുടെ ഗീതത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഓർക്കുന്നത്. എന്താണ്? ഈശോയുടെ ശരീരവും രക്തവും, ഈശോയുടെ പീഡാസഹനം, ഈശോയുടെ മരണം, ഇതെല്ലാം നമ്മൾ ഓർക്കുന്നു. ഇനി ഇവയിൽ പങ്കുകൊള്ളണമെങ്കിൽ എനിക്ക് ചില മനോഭാവങ്ങൾ ഉണ്ടാകണം, എനിക്ക് ഭക്തി ഉണ്ടാകണം, എനിക്ക് ശ്രദ്ധ ഉണ്ടാകണം, എനിക്ക് സ്നേഹം ഉണ്ടാകണം. എന്നിട്ട് ഞാൻ ആരുടെ കൂടെ നിന്നാണ്? ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ നിൽക്കുന്നത്. ഇവിടെയുള്ള സകല ജനവും ഉണ്ട്, സ്വർഗത്തിലുള്ള മാലാഖമാരോടുണ്ട്. അവരോട് ചേർന്ന് ഞാൻ ഈ ദിവ്യ രഹസ്യങ്ങൾ ഈശോയെ എന്താണ് വിളിക്കുന്നത്? പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുകയാണ്. ഇനി കാലങ്ങൾ അനുസരിച്ച്, കാലത്തിന്റെ മാറ്റം അനുസരിച്ച് ഈ ഗീതം നമ്മൾ മാറി മാറിയാണ് പാടുന്നത്. ഉയർപ്പ് കാലത്ത് ഒരു ഗീതമുണ്ട്, സ്ലീഹാ കാലത്ത് നമ്മൾ വേറൊരു ഗീതമാണ് ഈ ദിവ്യരഹസ്യ ഗീതത്തിന്റെ സമയത്ത് നമ്മൾ പാടുന്നത്. ഇവയെല്ലാം പാടുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഈ മുകളിൽ പറഞ്ഞതാണ്. ഇതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താണ്? ഈശോയുടെ പീഡാസഹനത്തോടും കുരിശുമരണത്തോടും ഉത്ഥാനത്തോടും സഹകരിച്ച വ്യക്തികളെയാണ് നമ്മളിവിടെ ഓർക്കുന്നത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ആൾ ആരാണ്? പരിശുദ്ധ കന്യകാമറിയം, അല്ലെ, മർത്തുമറിയം. ഈശോയുടെ രക്ഷാരഹസ്യങ്ങളോട് ഏറ്റവും ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് മാതാവിനെയാണ് നമ്മൾ ഈ ഗീതത്തിൽ ആദ്യം നമ്മൾ ഓർക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഔസേപ്പിതാവിനെ നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തോമാസ് ശ്ലീഹായെ ഓർക്കുന്നു, മറ്റ് ശ്ലീഹന്മാരെ ഓർക്കുന്നു, രക്തസാക്ഷികളെ ഓർക്കുന്നുണ്ട്, പിതാക്കന്മാരെയും നീതിമാന്മാരെയും വന്നവരെയും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്, സകല മരിച്ചവരെയും നമ്മൾ ഓർക്കുന്നുണ്ട്. ഇവരെയൊക്കെ എന്തിനാണ് നമ്മൾ ഓർക്കുന്നത്? ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് നമ്മൾ ഓർത്തു. അതിനോട് സഹകരിച്ച വ്യക്തികളാണ് പരിശുദ്ധ കന്യകാമറിയം തൊട്ട് താഴോട്ട് നമ്മൾ പറഞ്ഞവരെല്ലാം. അവരെ എല്ലാം, സഭയിലുള്ള സകലരെയും നമ്മൾ ഇവിടെ ഓർക്കുകയാണ്. അപ്പോൾ നമുക്കുണ്ടാവേണ്ട മനോഭാവം എന്താണ്? ഈ പറഞ്ഞവരെ പോലെ, മാതാവിനെ പോലെയും മറ്റു വിശുദ്ധരെ പോലെയും ഈശോയുടെ പെസഹ രഹസ്യങ്ങളോട് ചേർന്ന് ജീവിക്കേണ്ടവനാണ് ഞാനും, അല്ലെ നിങ്ങൾ ഓരോരുത്തരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ദിവ്യരഹസ്യ ഗീതം നമുക്ക് നൽകുന്ന സന്ദേശം. അതിന്റെ അവസാനം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും പരിശുദ്ധ ത്രിത്വമാകുന്ന ഏക ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള മാർഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് ഈശോയുടെ ത്യാഗങ്ങളോട് ചേർത്ത് എൻ്റെ ത്യാഗങ്ങളെയും ചേർത്ത് വെക്കണം എന്നുള്ളതാണ്, അതിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ഈ ഗീതം നമുക്ക് നൽകുന്ന സന്ദേശം. നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ഈശോയുടെ പെസഹ രഹസ്യങ്ങളോട് എത്രമാത്രം ചേർന്ന് നിൽക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്? എത്രത്തോളം ഭക്തിയോടെയും ശ്രദ്ധയോടെയുമാണ് ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത്? സ്നേഹത്തോടെയാണോ ഞാൻ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് അണയുന്നത്? ഉപവാസവും പ്രാർത്ഥനയും ത്യാഗവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ നമ്മളെ ആത്മശോധന ചെയ്യിപ്പിക്കുകയാണ് സഭ ഈ ഗീതത്തിന്റെ സമയത്ത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? കാരണം കൂദാശ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്, പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക്. അവിടെ പ്രവേശിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയും ഒക്കെ ഒരുക്കണം. ആ ഒരുക്കുന്ന സമയമാണ് ഈ ദിവ്യ രഹസ്യ ഗീതം എന്ന് പറയുന്നത്.